ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് അതിരാവിലെ അമ്പലത്തിലേക്ക് പോയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ്. ഞാനും ചേച്ചിയും കൂടി ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ടുള്ളത്. അപ്പം ചന്ദനക്കാവ് ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ പുത്തനന്താണിക്കടുത്തായിട്ടാണ് ചന്ദനക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 10 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നത്. കൂടാണ്ട് 18 ദേവീ ദേവന്മാരുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ വിശിഷ്ട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. നമുക്കെല്ലാവർക്കും അറിയുന്ന നാരായണീയത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഇല്ലവും ഇവിടെ അടുത്താണ്. ഇവിടെയുള്ള ഭഗവതിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും ഇദ്ദേഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ചന്ദനക്കാവിലമ്മ മേൽപ്പത്തൂർ ഇല്ലത്തെ മച്ചകത്തമ്മ എന്നാണ് വിശ്വാസം. ഭദ്രകാളി സ്വരൂപത്തിലുള്ള ദേവിയും യവനിക്ഷനുമാണ് പ്രധാന പ്രതിഷ്ഠയായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് വിശേഷാൽ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ഇവിടുത്തെ ഉപദേവതകളായിട്ട് കണക്കാക്കപ്പെടുന്നത് കാരാഭഗവതിയെയും അതുകൂടാണ്ട് ഈറ്റിലത്തമ്മയുമാണ്. സുഖപ്രസവ സിദ്ധിക്കും സന്താനലബ്ധിക്കുമായിട്ട് നിലകൊള്ളുന്ന ഗർഭരക്ഷാംബികയായിട്ടാണ് ഈറ്റിലത്തമ്മയെ ആളുകൾ വിശ്വസിക്കുന്നത്. 7ാം മാസത്തിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇവിടെ വന്ന് കറുത്ത പട്ട് ചാർത്തി ദേവിയെ പ്രാർത്ഥിച്ചു പോവാറുണ്ട്. ഒരുപാട് ജീവജാലങ്ങളും പക്ഷികളും ഉള്ള ഒരു വലിയ കാവാണിത്. ഒത്തിരി വവ്വാലുകളുണ്ട് ഈ ഒരു കാവിൽ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സൗണ്ടായിരിക്കും കൂടുതലായിട്ടും കേൾക്കാൻ സാധിക്കുക. കാവിനുള്ളിലേക്ക് നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ തൊഴുന്നത് അയ്യപ്പനെ ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വള്ളിക്കാവിലെ അമ്മയെ നമ്മൾ തൊഴുന്നത്. ഇതാണ് മൂലസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. വള്ളിക്കാവിലെ അമ്മയെയും അയ്യപ്പനെയും തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പം ഒരു ശ്രീകോവിലിനുള്ളിൽ തന്നെ 5 പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. ഗണപതി, ശിവൻ, സരസ്വതി, ബ്രഹ്മാവ്, വിഷ്ണു എന്നിങ്ങനെ 5 പ്രതിഷ്ഠകൾ നിലകൊള്ളുന്ന ഒരു മഹത്തായിട്ടുള്ളൊരു ദൈവചൈതന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ കുറച്ചൊക്കെ തൊഴുതിറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ കുറവുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തൊഴുന്നത് ക്ഷേത്രപാലകൻ്റെയും അതുകൂടാണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിലുമാണ്. അവിടെ നിന്നും തൊഴുത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന പോസിറ്റീവ്നെസ് ആണ്. രാവിലെ ഈ ഒരു കാടിനുള്ളിലൂടെ നമ്മൾ നടക്കുമ്പം മനസ്സിന് ഭയങ്കര അധികം കാംനെസ്സും അതുകൂടാണ്ട് ഭയങ്കര പീസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. മഴ പെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു നിലത്ത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൂക്ഷിച്ച് വേണം നമ്മൾ നടക്കാൻ വേണ്ടി. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മഹാവിഷ്ണുവിനെയാണ് പ്രതിഷ്ഠയായിട്ട് വെച്ചിട്ടുള്ളത്. അതുകൂടാണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറിലാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ, നാലമ്പലത്തിൻ്റെ ഉള്ളിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൂടി തൊഴുത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾക്ക് വേറെ പ്രതിഷ്ഠകളൊന്നുമില്ല അവിടെ തൊഴാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാണുന്ന ആലിൻ്റെ അവിടെ കൂടി നമ്മളൊന്ന് തൊഴുതതിന് ശേഷം നമ്മൾ നേരെ ചെന്നിട്ടുണ്ടായിരുന്നത് അതിനടുത്ത് തന്നെ ആയിട്ടുള്ള ഈ ഒരു ക്ഷേത്ര കുളത്തിലേക്കാണ്. അധികം ആളും ബഹളമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നു ആ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയമായപ്പോഴേക്കും മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതേ മഴയൊക്കെ കൊണ്ടു. അതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും മെയിൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കാവിൽ തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഈറ്റിലത്തമ്മയെയും അതുകൂടാണ്ട് കാരാഭഗവതിയെയും ഒന്നുകൂടി തൊഴാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം നമ്മളവിടെ വഴിപാടുകൾ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പായസവും അതുകൂടാണ്ട് അർച്ചനകളും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ പ്രസാദം വാങ്ങിച്ച് ദേവിയെ ഒന്നുകൂടി തൊഴുതതിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടി ഭയങ്കര സമാധാനത്തിലും സന്തോഷത്തിലും വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. എപ്പോഴെങ്കിലും വരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.